കൂട്ടുകാർക്കും റിയലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഹെറോൺസ് ഫോർമുല എന്ന് വെച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫുള്ള് ചെയ്തു പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ തുടങ്ങാം. നോക്കിയോ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 18 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ. ഒന്നും കൂടെ തന്നിട്ടുണ്ട്. ആൻഡ് പെരിമീറ്റർ ഈസ് 42 സെന്റിമീറ്റർ. പെരിമീറ്റർ തന്നിട്ടുണ്ട്, രണ്ട് സൈഡ്സും തന്നിട്ടുണ്ട്. ഇതിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സൈഡ് നമ്മൾ എ കൊടുക്കണേ. എ ഈക്വൽ ടു 18 സെന്റിമീറ്റർ, ബി ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഇതെവിടുന്നാണ് നമ്മൾ തന്നതാണ് എടുത്ത് എഴുതിയത്. സി അറിയാമോ? സി നമുക്ക് അറിയില്ല. അപ്പൊ സി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന? എ പ്ലസ് ബി പ്ലസ് സി ആണ് 42 അല്ലേ? സാമ്പിൾ ഫിഗർ ഞാൻ വരയ്ക്കാം. എ ബി സി. പെരിമീറ്റർ 42 ആണെങ്കിൽ എയും ബിയും സിയും കൂടെ ആഡ് ചെയ്യണം. എന്നല്ലേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് സി കണ്ടുപിടിക്കാൻ നോക്കൂ. പെരിമീറ്റർ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി അല്ലേ? നമ്മൾ പെരിമീറ്റർ എത്രയാണ്? 42 തന്നിട്ടുണ്ട്. 42 ഈക്വൽ ടു 18 പ്ലസ് 10 പ്ലസ് സി. അങ്ങനെ സി കണ്ടുപിടിച്ചൂടെ? 42 20 കുറച്ചാൽ എത്ര കിട്ടും? സി ഈക്വൽ ടു 42 മൈനസ് 28 എത്ര വരും? 88ഉം 4 14 എന്ന് കിട്ടും. സി ഈക്വൽ ടു 14 കിട്ടില്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? സി ഈക്വൽ ടു 14 എന്ന് എഴുതാം. അപ്പോൾ 3 സൈഡ് കിട്ടി. ഇനി നമുക്ക് എസ് മൈനസ് എ എസ് കണ്ടുപിടിക്കണം. എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി 3 കണ്ടുപിടിക്കണം. ചെയ്യാം. എസ് ഈക്വൽ ടു എന്തെഴുതാൻ മതി? 42/2 എന്ന് എഴുതിയാൽ പോരെ? 42/2 സെമി പെരിമീറ്റർ എന്താ പറയുക? 21 എന്ന് വരും. ഇനി എസ് മൈനസ് എ പറയൂ. എസ് മൈനസ് എ ഈക്വൽ ടു 21 മൈനസ് 18. 21 മൈനസ് 18 എത്ര വരും? 3 വരും. എസ് മൈനസ് ബി പറയൂ. എസ് മൈനസ് ബി ഈക്വൽ ടു 21 മൈനസ് 10. 10 അല്ലേ? എത്ര വരും? 11 വരും. 11ഉം 10ഉം കൂടെ അല്ലേ? 21. സിമ്പിൾ. എസ് മൈനസ് സി ഈക്വൽ ടു 21 മൈനസ് 14. സി 14 നമുക്ക് കിട്ടിയായിരുന്നു. 21 മൈനസ് 14 എത്ര വരും? 7 വരും. 3, 11 and 7. ഇനി ഹെറോൺസിന്റെ ഫോർമുല പറ. ഏരിയ ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതിന്റെ മുഴുവനും റൂട്ട് എടുക്കുക. 4 റൈസ് ടു 1/2. റൈസ് ടു 1/2 മീനിങ് ആണ് ആ റൂട്ട് ഇടുന്നത്. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. പറഞ്ഞോളൂ. 7 ഇൻറ്റു 11 ഇൻറ്റു 3 ഇൻറ്റു 21. 21 ഇൻറ്റു 7 ഇൻറ്റു 21 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 3. ഇതിനെ ഫാക്ടറൈസ് ചെയ്താലേ നമുക്ക് ചെറുതാകത്തുള്ളൂ. ഫാക്ടറൈസ് ചെയ്ത് പറ. 21 എനിക്ക് എങ്ങനെ എഴുതാം? 2 കൊണ്ട് വരില്ല, 3 കൊണ്ട് വരും. 3 ഇൻറ്റു 7 മാത്രമേ എഴുതുള്ളൂ. 3 ഇൻറ്റു 7. ഈ 7 ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെയുണ്ട്. ഈ 11 ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അവസാനം 3 ഉണ്ട്. ഫാക്ടറാക്കി പറഞ്ഞില്ലേ നമുക്ക് എഴുതേണ്ടി വന്നില്ല. സിമ്പിൾ ഫാക്ടേഴ്സ് ഫോർമുല എഴുതിയാൽ എത്ര തവണ 2 സെയിം നമ്പർ വരുന്നുണ്ട്. 3 3 ഒരു തവണ വരുന്നത്. അത് ഞാൻ 3 ഇവിടെ എടുത്ത് 7 7 ഒരു തവണ വെക്കാം. ഒരു തവണ എഴുതിയെടുക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടാ? റൂട്ടിനകത്തൊരു 11 മാത്രം ബാക്കിയുണ്ട്. 11 മാത്രം. അപ്പൊ ആ 11 മാത്രം ഇവിടെ എഴുതാം. 3 ഇൻറ്റു 7 21. റൂട്ടിനകത്ത് 11 എന്ത് കിട്ടും? ഈക്വൽ ടു 21 റൂട്ട് ഓഫ് 11. 21 റൂട്ട് 11 എന്ന് കിട്ടും നമ്മുടെ ഏരിയ. ഫീസ് ഘടകമാക്കിയാണ്. എന്തെഴുതാൻ പറ്റും? ഏരിയ ഈക്വൽ ടു 21 റൂട്ട് 11 സെന്റിമീറ്റർ സ്ക്വയർ എന്നെഴുതാം. എഴുതി നിർത്തണം. ഒന്ന് ഇവിടെ ഈ റൂട്ട് എഴുതി നിർത്തുക, അല്ലെങ്കിൽ എടുത്തെഴുതുക. എന്താണ് ചെയ്യുന്നത്? പെരിമീറ്ററിന് ഇല്ലാത്ത സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം 2 സൈഡ് നമുക്ക് ഉണ്ടായിരുന്നു. ഇല്ലാത്ത സൈഡ് കണ്ടുപിടിച്ചു. പിന്നെ ഓരോ ടൈമിലും ഫാക്ടർ എടുത്തു. എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി. എസും കണ്ടുപിടിച്ചു. അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഹെറോൺസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അത് ചെയ്ത് വന്നപ്പോഴാണ് 21 റൂട്ട് 11 കിട്ടുക. പേര് എന്താണ്? 21 റൂട്ട് 11. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയോ.
സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 12:17:25. റേഷ്യോ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 540 സെന്റിമീറ്റർ. പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ. ഏരിയ കണ്ടുപിടിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. എഴുതിക്കോ. ലെറ്റ് ദ ഫസ്റ്റ് സൈഡ് ബി ഇതെന്ന് പറഞ്ഞെടുക്കാന്നറിയാമോ? 12x. ഒരു എക്സ് കൊണ്ടാകും മൾട്ടിപ്ലൈ ചെയ്താൽ റേഷ്യോ ആണ്. അപ്പോൾ ഓരോന്നിനും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ഉടനെ അടുത്ത എഴുതിക്കോ. സെക്കൻഡ് സൈഡ് ബി 17x. തേർഡ് സൈഡ് എന്ന് പറയാം. തേർഡ് സൈഡ് ബി 25x അല്ലേ? എക്സ് എടുത്താൽ എഴുതിയാൽ മതി. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സൈഡിന്റെ സെക്കൻഡ് സൈഡിന്റെ തേർഡ് സൈഡിന്റെ റേഷ്യോ ആണ് ഈ തന്നിരുന്നത്. ഇനി നിങ്ങൾ റേഷ്യോ എടുത്ത് നോക്കിയേ. 12x. ആ സൈഡുകൾ 17x. നിങ്ങൾ എടുത്ത് നോക്കിയേ 25x. ഇതിലെല്ലാത്തിലും എക്സം കട്ടായി പോകുന്നതല്ലേ ഉള്ളു. അപ്പം 12:17:25 സെയിം അല്ലേ? റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു. നമ്മൾ ആംഗിളിനല്ല സൈഡിനെ ഡിഫൈനും ചെയ്തു. ഇത് സൈഡിന്റെ വാല്യൂ, അത് റേഷ്യോ. രണ്ടും ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. പെരിമീറ്റർ 540 തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്താണ്? ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോഴാണ് 540. നോക്കിയോ, ആഡ് ചെയ്ത് പറയണം. പെരിമീറ്റർ ഈക്വൽ ടു ഇതിന്റെ എല്ലാം അഡീഷൻ ആണ് 25 + 12 + 17 എത്ര വരും? 9 + 5 4 1 54x ഈക്വൽ ടു പെരിമീറ്റർ ഈക്വൽസ് 540. 54x ഈക്വൽ ടു 540. 540 നമുക്ക് തന്നിട്ടുണ്ട്. അത് എക്സിന്റെ വാല്യൂ എത്രയാണ്? x ഈക്വൽ ടു 54. 540/54 10 എന്ന് കിട്ടും. എക്സ് 10 ആയാൽ ഫസ്റ്റ് സൈഡ് എനിക്ക് എന്ത് എഴുതാം? 120. കാരണം എക്സ് 10 × 12. സെക്കൻഡ് സൈഡ് എന്ത് എഴുതാം? 170. 10 × 17. തേർഡ് സൈഡ് എന്ത് എഴുതാം? 250. 250 എഴുതാം. ഇതിലൂടെ സൈഡ് വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൽ എന്താണ് വേണ്ടത്? സെമി പെരിമീറ്റർ ആണ് വേണ്ടത്. സെമി പെരിമീറ്റർ നമുക്കറിയില്ല. നമുക്ക് അതിലോട്ട് പോവാം. ഇതാ ഇവിടെ വരെ മാറ്റി നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ആയിരുന്നു ഇതെല്ലാം. പറഞ്ഞു സെമി പെരിമീറ്റർ ഈക്വൽ ടു ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടാ? ഇല്ല. പെരിമീറ്ററിന്റെ പകുതിയാണ് 540/2. എത്ര വരും? 270 എന്ന് വരും. 270 ആണ് 540. ഓക്കെ. ഇനി ഹെറോൺസ് ഫോർമുല പറ. ഏരിയ ഈക്വൽ ടു S × S - A ഇൻറ്റു S - B ഇൻറ്റു S - C റൈസ് ടു 1/2. ഇനി പറഞ്ഞോളൂ, ഏരിയ പറ. ഈ വാല്യൂ എല്ലാം ആ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. എസിന്റെ വാല്യൂ 270, S - Aയുടെ വാല്യൂ 120. സോറി, നമ്മൾ S - Aയും S - Bയും S - Cയും കണ്ടുപിടിച്ചില്ലല്ലേ? അപ്പൊ അതും കൂടെ കണ്ടുപിടിച്ചിട്ട് പോവാം. S - A എത്ര വരും? 270 - 120. 270 - 120 എത്ര വരും? 150 എന്ന് വരും അല്ലേ? 150 100 250 അതിൻ്റെ 20 270 ആണ്. S - B എന്ന് വരും 270 - 170 എന്ത് വരും? 100 എന്ന് വരും. വരില്ലേ? S - C എന്ത് വരും? 270 - 250 വെറും 20 മാത്രമേ. 150 100 20 മൂന്ന് ടേമുകളും കണ്ടു. സോറി, ഫാക്ടറുകളും കണ്ടുപിടിച്ചു. ഇനി പറഞ്ഞോളൂ. S × S - A 150, S - B 100, S - C 20. ഇതന്നെയല്ലേ? ഇതിനെ ഫാക്ടറി ചെയ്തിട്ട് എഴുതണ്ടേ? ഇത് ഇച്ചിരി വലിയ നമ്പറാണ്. ഫാക്ടറി പാടൊന്നുമില്ല. 10ഉം 100ഉം 100ഉം 10ഉം വെച്ച് ഫാക്ടറി ചെയ്ത് വന്നാൽ മതി. ഞാൻ അത് ഉത്തരം ഡയറക്റ്റ് എഴുതാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഫാക്ടറി ചെയ്ത് എന്ത് കിട്ടിയാൽ നോക്കാം. 270 150 100 20. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. 270 10 അങ്ങ് മാറ്റി, 150 10 മാറ്റി, 100 10 മാറ്റി, 20 10 മാറ്റി. 27 15 2 100 10 10 എന്ന് എഴുതി. ആ ഓരോന്ന് മാറ്റിയ 10 ഞാൻ അങ്ങോട്ട് എഴുതുന്നേ ഉള്ളൂ. 10 × 10 100. ഒരു 10 ഈ 20 ആണ്, വേറൊരു 10 150 ആണ്, വേറൊരു 10 270 ആണ്.
ഓക്കെ ആണ്. ഈ 2 ടെണ്ണും ഈ 2 ടെണ്ണും നമുക്ക് കമ്പൈൻ ചെയ്യാം. അതുപോലെ വെച്ചാൽ ഇത് 1 2 3 4 ഇത് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8100 കിട്ടും. 8100 കിട്ടും. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. ഇതിൻ്റെ റൂട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് നോക്കാം, നമുക്ക് എങ്ങനെയാണ് പോകണേന്ന് നോക്കിക്കോ. 8100 അല്ലെങ്കിൽ 8100 എനിക്ക് 90 എഴുതാം അല്ലേ? നോക്കിയോ, ആ 90 ആണെങ്കിൽ വെളിയിലെടുക്കും. ഏരിയ കിട്ടും. ഈ റൂട്ടിൻ്റെയാണ് ഇനി എഴുതുന്നത്. ഇതെന്നോ 90 എടുത്തു. ഇതിന്ന് എനിക്ക് 1 ടൺ എടുത്തൂടെ? ആ 10 എടുക്കാം. അടുത്തതൊന്നും എനിക്ക് 1 ടൺ എടുത്തൂടെ? അതിനും എടുക്കാം. പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതിൻ്റെ റൂട്ടാണ് ഇതാ ഈ 90 × 10 × 10 എന്തുവരും 90 900 9000 യൂണിറ്റ് സ്ക്വയർ. യൂണിറ്റ് സ്ക്വയർ എന്താണ്? നമുക്ക് ഏത് യൂണിറ്റിലും തന്നിട്ടില്ലായിരുന്നു, സെന്റിമീറ്ററോ മീറ്ററോ തന്നിട്ടില്ലായിരുന്നു. സോ യൂണിറ്റ് സ്ക്വയർ എന്ന് എഴുതി നിർത്തിയാൽ മതി. കഴിഞ്ഞേ ഈ ഞാൻ ഇതേപോലെ മനസ്സിൽ തന്നെ ഫാക്ടറൈസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളണം. ഇത് ചെയ്ത് നോക്കി സമയം കളയാൻ നിൽക്കരുത്. നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പോയാൽ കുറച്ച് കഴിയുമ്പോൾ എളുപ്പമായിട്ട് വരും. സോ ഇതേ മെത്തേഡ് ചെന്ന് ചെയ്ത് പോകാം. ഉത്തരം നമുക്ക് എന്ത് കിട്ടി? 9000 യൂണിറ്റ് സ്ക്വയറിന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത മോഡൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിച്ച് നോക്കിയോ. ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഹാസ് പെരിമീറ്റർ 30 cm and each of the equal sides is 12 cm. Find the area. അല്ലെങ്കിൽ find its area. എന്ത് ചെയ്യാം? ഐസോസെലസ് ട്രയാങ്കിൾ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ മീനിങ് 2 സൈഡ് ഈക്വൽ ലെങ്ത് ആയിരിക്കും, 3ാമത്തെ സൈഡ് വേറെ ഏതെങ്കിലും ലെങ്ത് ആയിരിക്കും. അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? നോക്കിയോ, ഈ ഡാഷ് ഇട്ടേക്കുന്നതിന് ഈക്വൽ സൈഡ് എന്ന് വെച്ചോ. അത് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 12 cm ഈച്ച് ആണ് പറയുന്നത്. 12 ഇത് നമുക്ക് അറിയില്ല. അതിന്റെ പെരിമീറ്റർ 30 എന്നും പറഞ്ഞു. പെരിമീറ്റർ 30 ആണ്. ഇത് രണ്ടോ ആഡ് ചെയ്താൽ 24 കിട്ടണം അല്ലേ? 24 കിട്ടിയാൽ ബാക്കി എത്ര വരും? 6 മാത്രമേ വരും അല്ലേ? അപ്പം നമുക്ക് ഈ അറിഞ്ഞാത്ത സൈഡ് എത്രയായിരുന്നു? 6 ആയിരുന്നു. അത് നമുക്ക് ഇങ്ങോട്ട് എഴുതിക്കൂടെ? എഴുതാം. A = 12 cm, B = 12 cm, C = 6 cm അല്ലേ? 12 12 6 അത്രേ ഉള്ളൂ. എസ് പറഞ്ഞോളൂ. S = A + B + C/2 ആഡ് ചെയ്യണോ? വേണ്ട. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 30 = 30/2 = 15 കിട്ടി. ഇനി S - A പറയൂ. S - A = 15 - 12. 15 - 12 എന്ത് കിട്ടും? 3 കിട്ടും. S - B പറയൂ. 15 - 12 3 തന്നെ കിട്ടും. S - C പറയൂ. 15 - 6 എത്ര കിട്ടും? 9 കിട്ടും. 9 6 കൂടെ 15 ആവുന്നത്. അപ്പം ഒരു ഫാക്ടർ, രണ്ടാമത്തെ ഫാക്ടർ, മൂന്നാമത്തെ ഫാക്ടർ. യെസ് കിട്ടി. ഏരിയ പറയൂ. ഏരിയ = √S × S - A. അടുത്ത പറ S - B. അടുത്തത് S - C. ഹെറോയിൻസ് ഫോർമുല ഇത്രയേ ഉള്ളൂ. അടുത്ത പറഞ്ഞോ. 15 × 3 × 3 × 9. ഫാക്ടറാക്കി പറ. 15 എനിക്ക് 3 × 5 എന്ന് എഴുതാം അല്ലേ? 3 × 5 × 3 × 3 × 3 × 3. ലാസ്റ്റ് 2 3 9 4/1/2 ഇഷ്ടമുള്ളത്. 1 2 3 4 5 5 3 ഉണ്ട്. അത് നമുക്ക് 4 3 എടുക്കാം. എന്നിട്ട് അതിനെ 2 2ആയിട്ട് പേര് അല്ലേ? ഇതാ ഇതൊന്നും ഞാൻ ഒരു 3 കൊണ്ട് എഴുതണേ. ഏരിയ = 3 × ഫസ്റ്റ് 2 3 കഴിഞ്ഞു. അടുത്ത 2 3 എടുത്തു. അതും ഞാൻ 3 എഴുതാണ്. പിന്നെ പേര് ചെയ്യാൻ വല്ല ഉണ്ടാ? പിന്നെ പേര് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോഴ് റൂട്ട് ഇട്ടിട്ട് അതിനകത്താ ഉള്ളത് അങ്ങ് എഴുതാം. 5 × 3 5 × 3 15 എന്നിട്ടും 9√15 cm² എന്ന് കിട്ടും. ഏരിയ 9√15 cm² എന്ന് കിട്ടൂലേ? കിട്ടും. അത്രയേ ഉള്ളു. ഇനി ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മെത്തേഡ് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 12 × 3 ഇത് ഹൈറ്റ്. അത് ഹോംവർക്കാണ്. ഞാൻ ഹോംവർക്ക് വരുമ്പം ഈ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. അതുകൂടെ എനിക്ക് എഴുതി തരും. ഇതേ ക്വസ്റ്റ്യൻ ഈ മെത്തേഡിലല്ല
പെർപെൻഡിക്കുലർ വരച്ചിട്ട് അതിന്ന് ഏരിയ കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ ഫിഗർ ടോട്ടൽ ഈ ചെറിയ ട്രയാങ്കിൾ അല്ല, അത് നിങ്ങളെ ഹോംവർക്ക് കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ അയച്ചു തരണം. ഓക്കെ, നമുക്ക് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനോട്ട് പോകാം. ഇപ്പം ട്രയാങ്കിൾ അല്ല, പക്ഷെ ഒരു ക്വാഡ്രിലാറ്ററിലാണ് വന്നിരിക്കുന്നത്. ക്വാഡ്രിലാറ്റർ 4 സൈഡുള്ള ക്വാഡ്രിലാറ്റർ. 4 സൈഡുള്ളതാണ് ക്വാഡ്രിലാറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആപ്ലിക്കേഷൻ പഠിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ആപ്ലിക്കേഷൻ വെച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എങ്ങനെ നോക്കാം? ഇതിന്റെ റിയൽ ലൈഫിൽ ഇങ്ങനെ സന്ദർഭങ്ങൾ എപ്പോൾ വരുമെന്ന് അറിയാമോ? നിങ്ങളിപ്പോൾ സ്ഥലം അളക്കുന്ന വെച്ചോ, വീട്ടിൽ അല്ലെങ്കിൽ സ്ഥലം അളക്കുന്ന കേസ് ഞാൻ പറയാണ്. അവർ വന്നിട്ട് ചെയിൻ വെച്ച് സ്ഥലം നോക്കൂലേ, ഇങ്ങനെ ഒരു പ്ലോട്ട് ചെയ്തൊരു സ്ഥലമാണ് ഏതാ ഒരു ലാൻഡ്. ഒരു പോയിന്റ് അടുത്ത പോയിന്റിലോട്ട് 9 മീറ്റർ, അവിടെ നിന്ന് അടുത്തത് 20, പിന്നെ 15, പിന്നെ 4. ഇത്ര ഡിസ്റ്റൻസ് ആണ് അവർ അളന്നപ്പോൾ അവർ കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അളക്കുന്നതെന്ന് വെച്ചോ, വേറെ ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഗ്രൗണ്ടിന് എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ വേണ്ടി അളക്കും. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? നമ്മളെ ഫിഗർ ആണെങ്കിൽ ഇപ്പോൾ റൈറ്റ് ട്രയാങ്കിളും ട്രപ്പീസിയോ പാരലോഗ്രാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇക്വേഷനും അതും ഇതെല്ലാം ഉണ്ട് കണ്ടുപിടിക്കാൻ. ഇത് അങ്ങനത്തെ ഒരു ഫിഗറാണ്, അതിലൊന്നും വരുന്ന ഫിഗറല്ല. ഏതോ ഒരു റഫ് ക്വാഡ്രിലാറ്ററൽ, അതേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പഠിച്ചത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയോ? ഇത് നിങ്ങളുടെ ഈ ഡയഗണലിൽ വരച്ചിട്ട് മെഷർ ചെയ്തു, ഓർ ഈ ഡയഗണലിൽ വരച്ച് മെഷർ ചെയ്തു അല്ലേ? ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ടുള്ളൂ. എങ്ങനത്തെ റഫ് ഫിഗർ ആയാലും ഡയഗണൽ വരയ്ക്കുക, മെഷർ ചെയ്യുക. ഞാനിപ്പം ഇത് മെഷർ ചെയ്തപ്പം എനിക്ക് 41 കിട്ടിയെന്ന്. 41 ഏത് ഡയഗണലാണ്? ABCD. AC എന്ന് പറയുന്ന ഡയഗണലാണ് എനിക്ക് 41 മീറ്റർ കിട്ടിയെന്ന് വെച്ചു. AC എന്ന് പറഞ്ഞാൽ 41 കിട്ടിയാൽ എന്ത് ചെയ്യാം? ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? കാരണം A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. S നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ട്രയാങ്കിൾ പറ ABC. അതിൻ്റെ ഏതൊക്കെ ഉണ്ട്? 3 സൈഡും ഉണ്ട്. 15, 41, 20. ഇതും നിങ്ങൾക്ക് എന്തുണ്ട്? Aയും Bയും Cയും കിട്ടും. S നമുക്ക് കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ ACD. ട്രയാങ്കിൾ ACD. ആദ്യത്തെ ഒരു സൈഡ് പറ. ഞാനിപ്പം 41 എടുക്കുകയാണ്. 41. B പറ 40 എടുക്കുകയാണ്. C എത്രയായിരിക്കും? 9 ആയിരിക്കും അല്ലേ? ഇതിന്റെ S പറഞ്ഞോളൂ. 41 പ്ലസ് 40 പ്ലസ് 9/2 അല്ലേ? 50 പ്ലസ് 40 95. സോറി 90/2 45. S 45 എന്ന്. S മൈനസ് എ പറയൂ. S മൈനസ് എ ഈക്വൽ ടു 45 മൈനസ് 41. 4 കിട്ടി. S മൈനസ് ബി എന്തായിരിക്കും? 45 മൈനസ് 45 കിട്ടി. S മൈനസ് സി എന്തായിരിക്കും? 45 മൈനസ് 9 എന്ത് കിട്ടും? 36 എന്ന് കിട്ടും അല്ലേ? 36 9 അല്ലേ? 45. ഇനി പറഞ്ഞോളൂ. ഹെറോൺസ് ഫോർമുല പറ. ഹെറോൺസ് ഫോർമുല ഏരിയ ഈക്വൽ ടു S ഇൻറ്റു S മൈനസ് എ, S മൈനസ് ബി, S മൈനസ് സി. മുഴുവൻ്റെ റൂട്ട് എടുക്കണം അല്ലേ? നോക്കിയോ, ചെയ്യാം. ഏരിയ ഈക്വൽ ടു S പറ 45 ഇൻറ്റു S മൈനസ് എ 4, S മൈനസ് ബി 5, S മൈനസ് സി 36 അല്ലേ? 36ന്റെ 6 നമുക്ക് കിട്ടും. ദെൻ 4ന്റെ 2 നമുക്ക് കിട്ടും. 45നെ 5നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 45 എനിക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 15. 15 എനിക്ക് 3 ഇൻറ്റു 5. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 5. 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. ഈ 5 ആണ് ചേർത്തത്. ലാസ്റ്റ് 4 ഇൻറ്റു 6, 4 ഇൻറ്റു 36. ഡൗട്ടുണ്ടോ? ഡൗട്ടൊന്നും വെച്ചേക്കണ്ട. നമ്മൾ കിട്ടിയ വാല്യൂസ് അങ്ങ് എടുത്ത് എഴുതുന്നേ ഉള്ളൂ. പിന്നെ പേര് പറ. 3 എന്നും 3 എന്നും എനിക്ക് ഒരു 3 എടുത്ത് എഴുതാം. 5 എന്നും 5 എന്നും ഒരു 5 എനിക്ക് വെളിയിൽ എടുക്കാം. 4 എന്ന് 2 എടുക്കാം, കാരണം 2 ഇൻറ്റു 2 ആണ്. സോ 2 എടുക്കും. 36 എന്ന് 6 ഇൻറ്റു 6 ആണ്. സോ ഒരു 6 കൂടെ ഞാൻ റൂട്ടിനകത്ത് വല്ലതും ഉണ്ടാ? ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഉത്തരം. 2 ഇൻറ്റു 6 4, 6 ഇൻറ്റു 3 18, 18 ഇൻറ്റു 10 180 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമ്മൾ സോറി സെന്റിമീറ്റർ പ്ലോട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. അപ്പം മീറ്റർ പറയാം. എല്ലാ മീറ്ററിലാണോ മനസ്സിൽ വെച്ചിരുന്നത്? ഓക്കെ, എല്ലാ മീറ്ററിലാണ്. അപ്പോൾ 180 മീറ്റർ സ്ക്വയർ കിട്ടും. നമ്മൾ ആ പ്ലോട്ടിന്റെ ആ ചെറിയ പ്ലോട്ടിന്റെ സെക്ഷനിൽ A, C, D അത് 180 കിട്ടും.
ഇനി അടുത്ത പ്ലോട്ടിലോട്ട് പോകാം. ഇതാണ് ABC. ABCയുടെ മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ പറഞ്ഞോളൂ. ABC ട്രയാങ്കിൾ ABC. എ എത്രയായിരിക്കും? സ്മോൾ ലെറ്റർ 28 തന്നെ ആയിരിക്കാം. ബി എത്രയായിരിക്കും? 15. സി എത്രയായിരിക്കും? 41. ഇതൊന്ന് എസ് മൈനസ് എ പറയൂ. സോറി എസ് പറയൂ. 28 പ്ലസ് 15 പ്ലസ് 41/2 അല്ലേ? ആദ്യം പറ. 84/2 84/2 എത്രയാണ്? 42. അല്ല 45 വന്നു, ഇപ്പോൾ 42 വന്നു. ഇനി എസ് മൈനസ് എ പറഞ്ഞോളൂ. S minus A 42 minus 28. S minus B 42 minus 15. S minus C 42 minus 41. ഓരോന്നും പറ. 14. അടുത്ത പറ. 42 minus 15 27 എന്ന് കിട്ടും. അടുത്ത പറ. 42 minus 41 1 കിട്ടും. 14 27 1 കിട്ടും. ഇനി ഫോർമുല പറ. ഏരിയ S into S minus A S minus B S minus C ഹോളിന്റെ റൂട്ട് എടുക്കുക അല്ലേ? റൂട്ട് എടുത്താൽ പോരെ? കിട്ടിയ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്തോ. എസിന്റെ വാല്യൂ 42, എസ് മൈനസ് എയുടെ വാല്യൂ 14, എസ് മൈനസ് സിയുടെ വാല്യൂ 27. റൂട്ട് കിട്ടിയില്ലേ? സോറി റൂട്ട് കണ്ടുപിടിക്കാം. 42 എങ്ങനെ എഴുതാം? 21 into 2 അല്ലെങ്കിൽ 3 into 2 into 7 അല്ലേ? 3 into 2 into 7. 14 എങ്ങനെ എഴുതാം? 2 into 7. 27 എങ്ങനെ എഴുതാം? 9 into 3 ആണ്. അപ്പോൾ 3 into 3 into 3. 3 into 3 into 3. രണ്ടെണ്ണമുള്ളെല്ലാം പേര് പറ. 1 2 3 4. 4 തവണ 3 ഉണ്ട് അല്ലേ? അപ്പൊ അന്ന് രണ്ടെണ്ണം വെളിയിൽ എടുക്കാം. 3 into 3. 2 എത്ര തവണ ഉണ്ട്? 1 2. അന്ന് ഒരെണ്ണം വെളിയിൽ എടുക്കാം. അവസാനം 7 രണ്ടെണ്ണം. ഒരു 7 വെളിയിൽ എടുത്തോളേ. റൂട്ടിന് അങ്ങോട്ട് അകത്ത് വല്ല ഉണ്ടാ? ഒന്നുമില്ല. ബാക്കി പറ. 3 into 3 9. 9 into 18. 18 into 7. 126 എന്ന് കിട്ടും അല്ലേ? 126 മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. ഈ പ്ലോട്ടിന്റെ ഏരിയ ABC എന്ന് പറയുന്ന പ്ലോട്ടിന്റെ ഏരിയ 126 മീറ്റർ സ്ക്വയർ കിട്ടും. നമുക്ക് പെർപെൻഡിക്കുലർ ഒന്നും ഇല്ലായിരുന്നു. ആകെ 4 സൈഡേ ഉള്ളായിരുന്നു. ആ സൈഡ് 4 സൈഡും നിങ്ങളൊരു ഡയഗണൽ മെഷർ ചെയ്തുമാണ് എടുത്തത്. അതിന്നാണ് ടോട്ടൽ പ്ലോട്ടിന്റെ ഏരിയ കണ്ടുപിടിച്ചത്. നമുക്കിനി ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണ്ടേ? രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഞാൻ ടോട്ടൽ ഏരിയ കണക്കാക്കാം. ഏരിയ ഓഫ് ABCD ഈക്വൽ ടു എന്റെ ട്രയാങ്കിളിന്റെ സം അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. കോട്ടിലാറിന്റെ ഏരിയ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ആയിട്ട് എടുത്തു. എന്തൊക്കെയാണ് നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത്? 180 മീറ്റർ സ്ക്വയറും 126 മീറ്റർ സ്ക്വയറും അല്ലേ? സംഗീത പറ. 180 126 306 കിട്ടും. 306 കിട്ടും അല്ലേ? 306 മീറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലായിരുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദ ഏരിയ. ഒരു കോട്ടിലായിട്ട് തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 4 സൈഡിന്റെ മെഷർമെന്റ് ഉണ്ട്. 12 5 8 9 എല്ലാ സെന്റിമീറ്ററെ ഒരു ആംഗിളും 90 ഇതും തന്നു. ഇതെല്ലാം ക്വസ്റ്റ്യനുണ്ട്. ഈ സ്ക്വയറിലെ മീൻ ചെയ്യുന്നത്. അപ്പൊ 90 ആണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്? നോക്കിയോ. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാനുള്ള ഏകദേശം ഇതുണ്ട്. എന്ത് ചെയ്യണം? ഇവിടെ നിന്നൊരു ഡയഗ്രാം വരച്ചോട്ടാ പോലെ. ഈ ക്രിയേറ്റ് ആയത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? നമുക്ക് പേര് ചെയ്യാം ABC and D. ACB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ് 12 ഉം 5 ആണ്. ഈ ഡയഗണൽ ലെങ്ത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? പൈതഗോറസ് യൂസ് ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABC AC equal to root of
whole square plus 5 square 144 plus 25 എന്ത് കിട്ടും 169 കിട്ടും അല്ലേ 169 എന്തിന്റെ സ്ക്വയർ ആണ് 13ന്റെ സ്ക്വയർ ആണ് അതാ AC എന്ന് പറയുന്നത് നമുക്ക് 13 എന്ന് കിട്ടും AC 13 കിട്ടി ഇനി തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് ഒരു ക്വാഡ്രിലാറ്ററിനെ ഒരു ഡയഗണൽ വെച്ച് 2 ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഇനി ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇതിലെ ഒരു ട്രയാങ്കിൾ എളുപ്പം കണ്ടുപിടിക്കാം മറ്റതുപോലെ ചെയ്തുകൊണ്ട് ഹാഫ് BH വെച്ച് തന്നെ ചെയ്യാം ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബേസ് ചെയ്യാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC equal to half into base into height എന്ത് വരും ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 5 വരും ഹൈറ്റ് എത്രയാണ് 12 വരും അല്ലേ 6 into 5 ഹാഫ് കൊണ്ട് കട്ട് ചെയ്താണ് 6 into 5 എത്ര വരും 30 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ 30 സെന്റിമീറ്റർ സ്ക്വയർ ഇനി അടുത്ത ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ വേണം 13 എഴുതണേ ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD പറഞ്ഞോളൂ A equal to 13 B equal to 8 and C equal to 9 S minus A S minus B S minus C കണ്ടുപിടിക്കണ്ടേ വേണം അതിന് തൊട്ട് മുമ്പ് S കണ്ടുപിടിക്കണം S equal to 13 plus B plus 9 9 plus 8 എത്ര വരും 17 plus 13 എത്ര വരും 30 വരും സോറി ബൈ 2 ഉണ്ടായിരുന്നേ 30 by 2 എത്ര കിട്ടും 50 എന്ന് കിട്ടും കിട്ടിയില്ലേ ഇനി നമുക്ക് ഓരോ ഫാക്ടർ ഉണ്ട് എസ് മൈനസ് എ എസ് മൈനസ് എ ഈക്വൽ ടു 15 minus 13 S minus B equal to 15 minus 8 S minus C equal to 15 minus 9 ഉത്തരം പറഞ്ഞോളൂ 2 7 8 2 ഉത്തരം പറയൂ S minus A equal to 2 S minus B equal to 7 S minus C equal to 6 കിട്ടിയില്ലേ നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം ഫോർമുല പറ ഏരിയ ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി മുഴുവനും റൂട്ടിടുക ഏരിയ കിട്ടണമെങ്കിൽ ഇനി അതിലോട്ട് അപ്ലൈ ചെയ്ത് പറ ഈക്വൽ ടു 15 into 7 into 6 into 2 ഓരോന്നിനെ ഫാക്ടറാക്കി പറഞ്ഞൂടെ 15 എന്താ പറയാ 3 into 5 എന്ന് പറയാം അതിൽ ചെറുതാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ 3 into 5 3 into 5 7 into 6 into 6 നമുക്ക് എന്താക്കാം 3 into 2 ആക്കി ആക്കാം 3 into 2 ലാസ്റ്റ് 2 അവിടെ ഉള്ള 2 ആണ് ഞാൻ 3 രണ്ട് തവണ വന്നേ അത് എനിക്ക് വേണം വെളിയിലെടുക്കാം 7 ഒരു തവണയുണ്ട് 2 രണ്ട് തവണ വന്നേ സോ അതും വെളിയിലെടുക്കാം അവസാനം 5ഉം 7ഉം ഒരു തവണയേ ഉള്ളൂ അതുകൊണ്ട് അവിടെ തന്നെ വെച്ചത് 5 into 7 35 ഇതുവരും 3 into 6 35 എന്ന് കിട്ടും എന്താണ് സെന്റിമീറ്റർ സ്ക്വയർ ട്രയാങ്കിൾ ACD ആണ് 6√35 സെന്റിമീറ്റർ സ്ക്വയർ ബാക്കിലോട്ട് വാ ഇതെന്ത് കിട്ടി 30 എന്ന് കിട്ടി 30 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഈ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ മറ്റത് 6√35 എന്ന് കിട്ടി ഇത് നമുക്ക് ആഡ് ചെയ്യണ്ടേ ആഡ് ചെയ്ത് പറ മാക്കിയാണ് മാച്ച് നമുക്ക് സെപ്പറേറ്റ് എഴുതാം നോക്കിക്കോ നമുക്ക് ആ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ വേണം പറഞ്ഞോളൂ ഏരിയ ഓഫ് ABCD area of ABCD equal to area of triangle ABC plus area of triangle ACD രണ്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഫസ്റ്റ് 30 സെന്റിമീറ്റർ സ്ക്വയർ
പ്ലസ് അടുത്തത് 6√35 6√35 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന് ആഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇത്രയും നാൾ പഠിച്ചതുപോലെ ആഡ് ചെയ്ത് പോകത്തില്ല. നമുക്ക് ഇന്നൊരു കോമൺ ഉള്ള ഫാക്ടർ മാത്രം ബാക്കിൽ എടുത്തിട്ട് ബാക്കി ഒരുമിച്ച് എഴുതിയാൽ മതി. 30 പ്ലസ് 6√35 എന്ന് എഴുതി നിർത്താനേ നമുക്ക് പറ്റത്തുള്ളൂ സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. ഇന്നെന്താണ് ഫാക്ടർ ഉള്ളത്? 6. ഇതിലും 6 ഉണ്ട്, ഇതിലും 6 ഉണ്ട് ഇല്ലേ? അപ്പൊ 6 മാത്രം ഞാൻ വെളിയെടുക്കുകയാണ്. റിമൈനിങ് എത്രയാണ്? 5 പ്ലസ് 6√5 6√35 6 വെളിയിലെടുത്താൽ √35 മാത്രം ബാലൻസ്. അപ്പം 6 ടൈംസ് 5 പ്ലസ് √35 സെന്റിമീറ്റർ സ്ക്വയർ ഓർ 6 × 5 പ്ലസ് √35 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ വലിയ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ. ഓക്കെ അല്ലേ? നമ്മളിപ്പോ ഈ ക്ലാസ് എന്തൊക്കെയാണ് ചെയ്ത? ആദ്യം 5 ട്രയാങ്കിളിന്റെ സെക്ഷൻ ചെയ്ത് അവസാനം 2 ക്വാഡ്രിലാറ്ററിന്റെ ക്വസ്റ്റ്യനും ചെയ്തായിരുന്നു അല്ലേ? ഇനിയാണ് നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് പോകണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഹെറോൺസോണിയുടെ ആപ്ലിക്കേഷനിലോട്ട് പോകാം. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ വരും. ഇതിന്റെ കുറച്ചുകൂടെ ലെവലിൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല, ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ അല്ലെങ്കിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരും നല്ലോണം പഠിക്കുക. ഇതെല്ലാം ബുക്കിൽ കോപ്പി ചെയ്യുക. ഹോംവർക്ക് എല്ലാം കൃത്യം ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഹോംവർക്ക് തന്നിട്ടില്ല, ഇനി പാഠത്തിന്റെ കൂടെ ഹോംവർക്ക് തരുന്നതായിരിക്കും. അതെല്ലാം കൃത്യം ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.